ഇവിടെ ശിവപ്രകാശ് ഇവിടെ 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 ഈ പറയുന്ന ഉളുപ്പില്ലാത്ത ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രചരിക്കുമ്പോൾ ആദ്യം പരാതിയുമായി പോകുന്ന LDF ആണ്. സി ഭാസ്കരൻ അന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഈ ഏപ്രിൽ 25-ന് 2:13 റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പിൽ റിവേഷ് രാമകൃഷ്ണൻ, അന്ന് തന്നെ 2:34 റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അമൽറാം പോസ്റ്റ് ചെയ്യുന്നു. അമ്പാടി മുക്ക് സഖാക്കൾ 3 മണിക്ക് അന്ന് രാത്രി തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് 8:23 ആകുമ്പോൾ പോരാളി ഷാജിയിൽ ഈ വഹാബ് പോസ്റ്റ് ചെയ്യുന്നു. ആ രാത്രി തന്നെയാണ് സി ഭാസ്കരന്റെ പരാതി. അന്ന് തന്നെ നമ്മുടെ കൂടെ പാനലിലിരിക്കുന്ന മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന വിദ്യാർത്ഥിക്കെതിരെ 153A എന്ന് പറഞ്ഞ നോൺ ബെയിലബിളിൽ പോലീസ് കേസെടുത്തതാണ്. അപ്പം LDFന്റെ പരാതിയാണ് ആ പരാതി. അതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ അത് കാസിമിന്റെ ഒറ്റയാൾ പോരാട്ടം അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കണ്ണി ആരാണ്? ആ കണ്ണി DYFI നേതാവ് റിവേഷ് രാമകൃഷ്ണനാണ്. റിവേഷ് രാമകൃഷ്ണന് ഈ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടി എന്ന് കൃത്യമായി മറുപടി പറയാതെ ബാക്കി ആരെ തള്ളി പറഞ്ഞാലും എന്ത് സിദ്ധാന്തം പറഞ്ഞാലും ആ വിഷയത്തിലെ മറുപടി പൂർണ്ണമാകുമോ CM പ്രകാശൻ? ഇവിടെ സമീപകാലത്തായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സാർവത്രികമായി തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടില്ലാത്ത ചില പ്രവണതകൾ ശക്തമായ നിലക്ക് ഉയർന്നു വരികയാണ്. അത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് UDF ആണ്. ഇത് ആദ്യമായിട്ട് എപ്പോഴാണ് ആരംഭിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോൺ ജോസഫിൻ്റെ മോർഫ് ചെയ്തിരിക്കുന്ന പടം വെച്ചുകൊണ്ട് അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത് യൂത്ത് കോൺഗ്രസ് ആണ് എന്നുള്ളത്, അതിന് സെക്രട്ടറി ആയിരുന്നു, മണ്ഡല സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. അവിടെ ആരംഭിച്ച ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനം അതിൽ ഉച്ചസ്ഥായിയിൽ അരങ്ങേറിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വടകര തെരഞ്ഞെടുപ്പാണ്. വടകര തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളെയും വോട്ട് LDFന് കിട്ടാൻ പാടില്ല എന്നുള്ളതിലേക്ക് എത്ര വൃത്തികെട്ട വർഗീയ പ്രചാരവേലയാണ് അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് UDF പ്രചരിപ്പിച്ചത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ടീച്ചർക്കെതിരെ നടന്നിരിക്കുന്ന പ്രചാരവേല മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണ് എന്ന നിലക്കുള്ള കള്ളപ്രചാരവേല നടന്നല്ലോ. പ്രവാചകൻ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് ടീച്ചർ പറഞ്ഞതായിട്ടുള്ള പ്രസ്താവന വന്നല്ലോ. ലവ് ജിഹാദിനകത്ത് RSSന്റെ അതേ നിലപാടാണ് ടീച്ചർക്ക് എന്ന പ്രചാരവേല വന്നല്ലോ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം ഉണ്ടായല്ലോ. പാനൂർ ബോംബ് കേസിൽ ശ്രീമതി ടീച്ചർ അതിൻ്റെ പ്രതികളുടെ കൂടെ നിൽക്കുന്ന ചിത്രം ഉണ്ടാക്കിയിട്ട് പ്രചരണം നടന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇത്ര ഹീനമായ നിലക്കുള്ള പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായതായിട്ട് പറയാൻ വേണ്ടി കഴിയുമോ? എത്ര വർഗീയ പ്രചാരവേലയാണ് ഇവിടെ മുസ്ലിം വിരുദ്ധയാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? എത്ര കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ UDFലെ BJPക്ക് നമ്മുടെ ലീഗിൻ്റെ അതുപോലെ കോൺഗ്രസിൻ്റെ ആളുകൾക്കെതിരായിട്ട് വന്നിട്ടുള്ളത്? അല്ല, നേതാക്കന്മാരെയെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. പേരാമ്പ്ര ലീഗ് പ്രവർത്തനമായിട്ടുള്ള സൽമാൻ മാളൂർ, ന്യൂ മാഹിയിലെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള അസ്ലം, ലീഗ് പ്രവർത്തകനായിട്ടുള്ള മിൽഹാജ്, ബിജിൻ തോമസ്, ഷരീഫ് അലിയക്കോട്, മുഹമ്മദ് അബ്ര എല്ലാം അറിയപ്പെടുന്ന കോൺഗ്രസ് UDF നേതാക്കന്മാരല്ലേ? അവർക്കെല്ലാം എതിരായിട്ട് 17 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും വ്യാജമായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് പ്രചരണം നടത്തുകയും വർഗീയവാദത്തിന് വേണ്ടിയിട്ട് വലിയ നിലക്ക് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് ഇവരെല്ലാം മുന്നോട്ടേക്ക് വന്നപ്പോൾ നിങ്ങളാരെയും കണ്ടില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വീണ് കിട്ടിയിരിക്കുന്നു. എന്ത് ഒരു ജാഫർ ഇവിടെ കാഫറെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ ചർച്ചാ വിഷയമാക്കാണ്. ഇന്ന് ആ വിഷയത്തിനകത്തുള്ള CPM നിലപാടെന്താണ് എന്നുള്ളത് അർത്ഥശങ്കക്കടിയില്ലാതെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ? ഇത്തരം ഒരു നിലപാട് എടുക്കേണ്ട യാതൊരു കാര്യവും CPMനെ സംബന്ധിച്ചില്ല. CPM എല്ലാ കാലത്തും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരടിക്കുന്ന പ്രസ്ഥാനമാണ്. എല്ലാതരം വർഗീയതയെയും ശക്തമായി ചെറുക്കുന്ന പ്രസ്ഥാനമാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടക്കുകയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടകര പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അന്വേഷണം നടക്കുകയാണ്. ഞങ്ങൾ കുറേ ആളുകളുടെ ഫോണെല്ലാം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ച് അന്വേഷിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് ഭയപ്പാടില്ലല്ലോ. നിങ്ങളിപ്പോൾ ഈ വിഷയത്തിനകത്ത് CPMന്റെ ആളുകളുടെ പേരിലേക്ക് എത്തുന്നു എന്ന് വന്നാൽ ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയില്ലെന്ന് ഞങ്ങൾ കൃത്യമായി ഗോവിന്ദമാഷ് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. യാതൊരു ഉൾക്കേണ്ടിയുമില്ല. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സൽമാൻ വാളൂര് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വടകരയിൽ അത്രത്തോളം പോരാട്ടം രൂക്ഷമാണെന്ന് പ്രതീതി ഉണ്ടായി, അനാരോഗ്യകരമായ ഒരുപാട് പ്രചരണം ഉണ്ടായി. അതിൽ യൂത്ത് ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, DYFIയുടെ മുൻ സംസ്ഥാന സമിതി PK അജീഷിനെതിരായ FIR പറയുന്നത് എന്താണ്? വടകര സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് സമൂഹത്തിൽ രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയും കലഹവും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചു എന്നാണ് DYFI മുൻ സംസ്ഥാന സമിതി അംഗത്തിനെതിരായ PK അജീഷിനെതിരായ FIR പറയുന്നത്. ഒരുപാട് അത്തരത്തിൽ അനാരോഗ്യ പ്രവണതകൾ ഉണ്ടാവരുതാത്ത കാര്യം അവിടെ ഉണ്ടായി.
അതിനൊക്കെ മുകളിൽ നിൽക്കുന്നത് എം പ്രകാശ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടിൽ ഏതൊക്കെ അത് ചീറ്റിപ്പോയതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യൻ പരസ്പരം കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ ഇറങ്ങുന്ന മട്ടിലുള്ള പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ഒടുവിൽ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ എത്തി നിൽക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ തന്നെയാണ്. റിബേഷിന് ആ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടി എന്ന് അറിയണമെങ്കിൽ പാർട്ടിക്ക് പോലീസ് സംവിധാനത്തെ ആശ്രയിക്കണോ? അത്രയും ദുർബലമാണോ ഡിവൈഎഫ്ഐയും CPM-ഉം? ശ്രീ പ്രകാശൻ, അല്ല, ഈ പാർട്ടി ഒരു അന്വേഷണ സംവിധാനമൊന്നും അല്ലല്ലോ. രാജ്യത്തിനകത്ത് നിയമം നിലവിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള കുറ്റം ചെയ്ത ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കും, FIR ഇടും, FIR വെച്ചുകൊണ്ട് വീണ്ടും അന്വേഷിക്കും, തെളിവുകൾ വെച്ചുകൊണ്ട് ആ കാര്യം സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. അതിലേ നടക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ബേജാറുണ്ടവിടെ കാര്യം എന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ അത്തരമൊരു കാര്യത്തെ ഒരു കാരണവശാലും CPM ന്യായീകരിക്കുന്നില്ല. അത്തരം ഒരു കാര്യം പ്രചരിപ്പിക്കപ്പെട്ടത് ഒരു കാരണവശാലും ന്യായമായിട്ടുള്ള കാര്യമല്ല. അതിൽ ആരാണ് കുറ്റവാളി എന്നുള്ളത് നിയമം കണ്ടുപിടിക്കട്ടെ. ആ കുറ്റവാളികളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ CPM ഇല്ല. അതിന്റെ തുടർച്ചയിൽ എന്തൊക്കെയാണ് ഉണ്ടായത് എന്ന് പറയുന്നത് ന്യായം എന്താ? സാർ, അതിന്റെ തുടർച്ചയിൽ എന്തൊക്കെ ഉണ്ടായി? അതിന്റെ തുടർച്ചയിൽ എന്താണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോയിസൺ ആണ് എന്ന് പ്രസംഗിച്ചു A. റഹീം MP. അവിടെ വടകരയിൽ ഉണ്ടായത് വന്യമായ മതാവേശമാണെന്ന് എന്താണ് വൃത്തികെട്ടത് എഴുതി വെച്ചു KT ജലീൽ MLA. KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ ഇപ്പോഴും കാണാം വടകരയിൽ ടീച്ചറെ കാഫറാക്കിയ നീക്കത്തിനെതിരെ LDF-ന്റെ പ്രതിരോധ കോട്ട എന്ന് പറഞ്ഞ അന്നത്തെ പരസ്യം ഇപ്പോഴും കാണാം. സർ, ദീർഘകാലത്തേക്ക് നാടിനെ എന്താണ് വല്ലാതെ വിഭജിക്കാൻ മാത്രം, വർഗീയമായി ഭിന്നിപ്പിക്കാനും മാത്രമുള്ള ഒരു അന്തകവിത്തായിരുന്നു അത്. അതിന്റെ ഫാക്ടറി എവിടെയാണ് എന്ന് ബേജാറാവണ്ടേ ശ്രീ പ്രകാശൻ? അതിപ്പോ ആരാണെങ്കിലും, ആ DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മത്സരിച്ച 20 UDF കാൻഡിഡേറ്റ്സിൽ ഇതുപോലെ വർഗീയ പ്രചാരവേള നടത്തിയ മറ്റൊരു UDF കാൻഡിഡേറ്റ് ഉണ്ടോ? നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞതിൽ ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമാക്കി ഉണ്ടാക്കിയിട്ട് പ്രചരണം നടത്തുന്നത് എന്തിന്റെ പേരില്ല? ഇവിടെ പ്രവാചകനെ തെറ്റായ നിലക്ക് അതും തീപിടിക്കുന്ന കാര്യമാണല്ലോ. തെറ്റായ നിലക്ക് ചിത്രീകരിച്ചുകൊണ്ട് ടീച്ചർ സംസാരിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ പേരില്ല? അപ്പോൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു മണ്ഡലത്തിലും ഉണ്ടായിട്ടില്ലാത്ത തനി വർഗീയ പ്രചാരം വിലയിച്ച് മുസ്ലിമിന്റെ ഒരൊറ്റ വോട്ട് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFI ബ്ലോക്ക് പ്രസിഡന്റിന് അല്ല CM പ്രകാശൻ, ഈ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിനോട് പോലീസ് ചോദിക്കുന്നു, റിബേഷെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയത്? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? കുഡ് നോട്ട് റിവീൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എനിക്കത് പറയാനാവില്ല എന്ന് പറയുകയാണ്. എന്ന് പറയുകയാണ് റിബേഷ്. ശരിയാണ്, ഒരു കുറ്റവാളിക്ക് അത് പറയാതിരിക്കാനുള്ള അവകാശം എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ നിയമം എന്താണ് സെൽഫ് ഇൻക്രിമിനേഷൻ അവകാശം കൊടുക്കുന്നുണ്ട്, പറയേണ്ടതില്ല. പക്ഷേ മാഷെ, ഇപ്പോഴും ഈ റിബേഷ് DYFI എന്ന് പറയുന്ന യുവജന സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവായിരിക്കുകയാണ്. നമ്മൾ നേരത്തെ A. റഹീം വന്ന് ഷാഫി പറമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പോയിസണാണെന്ന് പറഞ്ഞ പരിപാടിയുടെ സംഘാടകനാണ് ഇയാൾ. അപ്പൊ ഇയാൾക്ക് പാർട്ടിയോട് വെളിപ്പെടുത്താനുള്ള ബാധ്യതയില്ലേ? പാർട്ടിയോട് ഇയാൾ വെളിപ്പെടുത്തണ്ടേ? എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണെന്ന് വെളിപ്പെടുത്തണ്ടേ? ഇതിൽ നിങ്ങൾ കാണേണ്ടത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ എതിരായി നിൽക്കുന്ന ചില രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരോ അവര് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി വരാൻ നിൽക്കുന്ന പാർട്ടിയല്ല CPM. അദ്ദേഹം ഈ കേസിനകത്ത് പ്രതിയാണെന്ന് വന്നാൽ എന്ത് വേണമെന്ന് CPM ആലോചിക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഇതേ ചർച്ചയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, AKG സെന്റർ ആക്രമിച്ചത് CPM കാരാണ്. എത്ര ദിവസക്കാലം നിങ്ങൾ ചർച്ച ചെയ്തു? ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ 2-3 ആഴ്ചക്കാലം ചർച്ച ചെയ്തല്ലോ. നിങ്ങൾ ആരാണ് ആക്രമിച്ചത്, നിങ്ങൾ ആരാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ മറുപടി എങ്ങനെ ശരിയാവുക? ഒടുവിൽ അത് ഗൂഢാലോചനയായിരുന്നു, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, ചെയ്തയാൾ ഇന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചർച്ചയില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി ഒന്നുമല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചു. ചില ലക്ഷ്യം ഉണ്ടാവും. ഞങ്ങളെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേരള പോലീസാണ് പറഞ്ഞത്. കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് പറയുന്നത്. ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന് പറഞ്ഞു. കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു CM പ്രകാശ മാസ്റ്റർ ഏപ്രിൽ 25-ന് 2:13 റെഡ് ആൻഡ് ഗോട്ടർ വാട്സാപ്പ് ഗ്രൂപ്പിൽ റിബേഷ് രാമകൃഷ്ണൻ ഉഡായിപ്പ് കാഫർ പോസ്റ്റ് ചെയ്യുന്നു. 2:34 റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ അമൽറാം പോസ്റ്റ് ചെയ്യുന്നു. 3 മണിക്ക് അമ്പാടി ബുക്ക് സഹാക്കൾ ഫേസ്ബുക്ക് പേജ് അഡ്മിൻ മനീഷ് അത് പോസ്റ്റ് ചെയ്യുന്നു. 8:23 പോരാളി ഷാജി അബ്ബാസ് അത് പോസ്റ്റ് ചെയ്യുന്നു. C. ഭാസ്കർ അന്ന് തന്നെ പരാതി കൊടുക്കുന്നു.
അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതിന്റെ അവസാന കണ്ണ് ഡിവൈഎഫ്ഐ നേതാവാണ്, യൂത്ത് ലീഗുകാരനല്ല, BRM ഷഫീറിന്റെ പാർട്ടിക്കാരനല്ല. അതിന്റെ താഴെ പോലീസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടു ബോധപൂർവം. അതിന്റെ താഴെ പോലീസ് പറഞ്ഞൊരു കാര്യം ബോധപൂർവ്വം നിങ്ങൾ വിട്ടു. എന്താ ഇതിന്റെ ഒറിജിൻ എവിടെയാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രകാശം മാഷേ, സി ഭാസ്കരൻ കൊടുത്ത പരാതി നമ്മുടെ കൂടി ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരെതിരെയാണ്. പ്രകാശം മാഷേ, ഈ സ്ക്രീൻഷോട്ട് ആരുടെ പേരിലാണ്? ഈ പറയുന്ന മുഹമ്മദ് കാസിം എന്ന് പറഞ്ഞ ഈ പാനലിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരന്റെ പേരിലാണ് ഈ സ്ക്രീൻഷോട്ട്. ഈ PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന നെടുമ്പ്രമണ്ണ യൂണിറ്റ് എന്ന് പറയുന്ന ഒന്നിന്റെ പേരിലാണ് ഈ വാട്സാപ്പ് എന്താണ് ഈ സ്ക്രീൻഷോട്ട്. കാസിമാണ് പോരാട്ടത്തിന്റെ മുൻനിരയിൽ. ഇനി ഏത് സോഴ്സ് എവിടുന്ന് കണ്ടെത്താൻ? ആ കേസിൽ വിധിയൊന്നും വന്നില്ലല്ലോ, അത് കേസായി നിൽക്കുകയല്ലേ. ആ കേസിന് മനസ്സിലാവേണ്ട കാര്യം എന്താ? ആരാണ് ഇത്തരം ഒരു കാര്യം നിർമ്മിച്ചത്? നിങ്ങളെന്താ പ്രൈമറി ക്വസ്റ്റ്യൻ മറന്നു പോകുന്നേ? ആരാണ് ഷെയർ ചെയ്തത്? നിങ്ങൾ പറഞ്ഞല്ലോ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തിലെ വിപത്ത് ചൂണ്ടിക്കാട്ട് KK ഒരു കമന്റോട് കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രകാശം മാഷെ, അറിയാവുന്ന ഒരേ ഒരാൾ ആരാ? മാഷെ, അറിയാവുന്ന ഒരേ ഒരാൾ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. ഇവിടെ ആരാണ് ഈ ഒരു കൃത്യം, ഈ ഒരു പ്രകാശം മാഷെ, അത് അറിയാവുന്ന ഒരേ ഒരാൾ ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണനാണ്. അത് പറയേണ്ടത് അയാളാണ്, അത് പറയിപ്പിക്കേണ്ടത് പോലീസാണ്. ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പോലീസ് മിണ്ടാതെ ഇരിക്കുകയാണോ? ശരി ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പോലീസ് അന്വേഷിക്കുന്നില്ലേ? ശരി, ഉണ്ടാവും. പോലീസ് ഒരു കേസിൽ FIR ഇട്ടാൽ അന്വേഷണ മേലെയാണല്ലോ അവർ അവസാനം ക്രൈം റിപ്പോർട്ട് കൊടുക്കുക. അവർ അന്വേഷിക്കല്ലോ. ഈ മഹാന്മാർക്ക് ഇപ്പോഴും സാക്ഷികളാണ്. ഈ മഹാന്മാർക്ക് ഇപ്പോഴും സാക്ഷികളാണ്. ഇല്ലല്ലോ. അല്ല, ഈ സൈബർ പോരാളി മഹാന്മാർക്ക് ഇപ്പോഴും സാക്ഷി പട്ടികയിലേ ഉള്ളൂ. ശരി, ഞാൻ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ആരാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയോ? അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ ഈ ഷോട്ട് ആരുണ്ടാക്കിയെന്ന്? അറിയില്ല. അത് ഡിവൈഎഫ്ഐ അറിയൂ. നിങ്ങൾ പറഞ്ഞ പോലീസിനോട് അറിയില്ല സാർ. അതെങ്ങനെ അറിയാം? അത് ഡിവൈഎഫ്ഐ നേതാവിനെ അറിയൂ. നിങ്ങൾക്കറിയാത്ത പോലെ ഞങ്ങൾക്കും അറിയില്ല. അത് പ്രകാശ് മാഷിനും അറിയത്തില്ല, MV ഗോവിന്ദൻ മാഷിനും അറിയില്ല, ആർക്കും അറിയില്ല. ആകെ അറിയാവുന്ന ആരാണ്? റിവേഷ് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇത് ആദ്യമായി റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട ആളാണ്. ആർക്കറിയാവുന്നത്? അയാൾ പറയണ്ടേ? അല്ലെ പോലീസ് പറയിപ്പിക്കണ്ടേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പോരാളി ഷാജി, റെഡ് ബറ്റാലിയൻ ഇതൊന്നും CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഗ്രൂപ്പുകളല്ലെന്ന്. CPM ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന നൂറുകണക്കിന് ഗ്രൂപ്പുകൾ ഈ കേരളത്തിലുണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും അതുപോലെ ഫേസ്ബുക്ക് പേജുകളും. അതിലൊന്നും CPM-ന് ഉത്തരവാദിത്തമില്ല. CPM അനുഭാവികൾ CPM-നെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കും. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും സ്വന്തമായ ഗ്രൂപ്പുകളുണ്ട്. എന്ന് പറയുമ്പോൾ പോലും ആ സൈബർ ഗ്രൂപ്പുകളെ ഒന്നാകെ മേലുകീഴ് നോക്കാതെ തള്ളിപ്പറയാണ് പാർട്ടി സെക്രട്ടറി. നോക്കൂ, ഈ പോരാളി ഷാജിമാരടക്കം എന്നെയും ഒരുപാട് ഭർസനങ്ങൾ നടത്തിയതാണ്. അതെന്തുകൊണ്ടാണ്? എന്നോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നത്തിന്റെ പേരിലല്ല. മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന കൂട്ടത്തിൽ CPM-നെ ഭരിക്കുന്ന സർക്കാർ വിമർശിക്കുമ്പോഴാണ് അവർ കൂട്ടമായി ആക്രമിക്കുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, തേജോവധം വ്യക്തിഹത്യം അങ്ങേയറ്റം തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? അവർ വിശ്വസിക്കുന്ന പാർട്ടിയെ ഏത് നിലവാരത്തിൽ താഴ്ന്നാണെങ്കിൽ കൂടി പ്രതിരോധിക്കാവുന്നതാണ്. ആ ടീമൊന്നും ഞങ്ങളിൽ പെട്ടവരെയല്ല എന്ന പാർട്ടി സെക്രട്ടറി അങ്ങനെ അറുത്തുമുറിച്ച് തള്ളിപ്പറയാമോ എന്നൊക്കെ പാർട്ടി പിന്നെ ആലോചിക്കട്ടെ.